റൈറ്റ് ഫോർ അരിത്തമെറ്റിക് സീക്വൻസ് വിത്ത് സം ഓഫ് ദ ഫസ്റ്റ് 4 ടേംസ് 100. അതായത് ഫസ്റ്റ് 4 ടേംസിൻ്റെ സമ്മ് 100 ആയിട്ടുള്ള അരിത്തമെറ്റിക് സീക്വൻസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 4 ടേംസിൻ്റെ സമ്മാണ് 100 വേണ്ടത് അല്ലേ. അപ്പോൾ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ഇത്രയും ടേംസിൻ്റെ സമ്മ് എന്ത് വേണം? 100 വേണം. അപ്പോൾ നമുക്കറിയാം ഫസ്റ്റ് ടേമിൻ്റെയും ഫോർത്ത് ടേമിൻ്റെയും സമ്മും സെക്കൻഡ് ടേമിൻ്റെയും തേർഡ് ടേമിൻ്റെയും സമ്മ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും അല്ലേ. ഫസ്റ്റ് ടേം പ്ലസ് ഫോർത്ത് ടേം ഈക്വൽ ടു എന്താണ്? സെക്കൻഡ് ടേമിൻ്റെയും തേർഡ് ടേമിൻ്റെയും സമ്മ് തന്നെയായിരിക്കും അല്ലേ. അപ്പോൾ അത് എത്രയായിരിക്കും? ഇത് രണ്ടും എന്താണ്? ടോട്ടൽ എത്രയാണ്? ഫസ്റ്റ് ടേം പ്ലസ് സെക്കൻഡ് ടേം പ്ലസ് തേർഡ് ടേം പ്ലസ് ഫോർത്ത് ടേം എന്ന് പറയുന്നത് 100 ആണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ എത്ര സെറ്റ് ഉണ്ട്? എത്ര പെയർസ് ഉണ്ട്? 1, 2 അല്ലേ. 2 പെയർസ് ഉണ്ട്. അപ്പോൾ ഈ രണ്ട് പെയർസിൻ്റെയും കൂടി സമ്മാണ് എന്ത്? 100 എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പെയറിൻ്റെ സമ്മ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 100/2 അല്ലേ. അതായത് ഫസ്റ്റ് ടേം പ്ലസ് ഫോർത്ത് ടേം എന്ന് പറയുന്നത് എന്താണ്? 50 ആണ്. അതേപോലെ സെക്കൻഡ് ടേം പ്ലസ് 100/2 എന്ന് വെച്ചാൽ 50 അല്ലേ. സെക്കൻഡ് ടേം പ്ലസ് തേർഡ് ടേം എന്താ? 100/2, അതായത് 50 തന്നെ ആയിരിക്കും. ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് സീക്വൻസ് എഴുതാം. ഒരു സീക്വൻസ് എഴുതാം. അപ്പോൾ അതിൻ്റെ കണ്ടീഷൻ എന്താണ്? ഫസ്റ്റ് ടേം പ്ലസ് ഫോർത്ത് ടേം എന്തായിരിക്കും? 50 ആയിട്ടുള്ള ഒരു അരിത്തമെറ്റിക് സീക്വൻസ് എഴുതാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടേം 1 ആയിട്ട് എടുക്കുകയാണ്. ഓക്കെ. അപ്പോൾ ഫോർത്ത് ടേം എന്തായിരിക്കും? ഇവിടെ സെക്കൻഡ് ടേം, ഇവിടെ തേർഡ് ടേം, ഫോർത്ത് ടേം. ഓക്കെ, എക്സെട്ര. ഇങ്ങനെ ഒരു സീക്വൻസ് ആണ്. അപ്പോൾ ഫോർത്ത് ടേം എന്തായിരിക്കും? ഫസ്റ്റ് ടേം 1 എടുക്കുകയാണെങ്കിൽ ഫോർത്ത് ടേം 49 ആയിരിക്കണം. കാരണം എന്താണ്? എന്നാലാണ് ഫസ്റ്റ് ടേം പ്ലസ് ഫോർത്ത് ടേം 50 ആവുള്ളൂ അല്ലേ. അപ്പോൾ ഫോർത്ത് ടേം 49. ഓക്കെ. ഇനി ബാക്കിയുള്ള ടേംസ് 1ൻ്റെയും 49നും ഇടയിൽ 2 ടേംസ് ഉണ്ട് അല്ലേ. സെക്കൻഡ് ടേമും തേർഡ് ടേമും. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ടേം എത്രയാണ്? 1. ഫോർത്ത് ടേം എത്രയാണ്? 49 അല്ലേ. അപ്പോൾ ഈ ഫസ്റ്റ് ടേമിൻ്റെ കൂടെ എത്ര കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോഴാണ് ഫോർത്ത് ടേം കിട്ടുക? അതിന് വേണ്ടിയിട്ട് ഈ ഫോർത്തിൽ നിന്നും ഫസ്റ്റ് കുറയ്ക്കുക. 4 - 1 അത് 3 ആണ് അല്ലേ. അപ്പോൾ 3D ഫസ്റ്റ് ടേമിൻ്റെ കൂടെ 3D കൂട്ടുമ്പോഴാണ് നമുക്ക് ഫോർത്ത് ടേം കിട്ടുക. ടേം 1 അല്ലേ. അപ്പോൾ 1 + 3D = ഫോർത്ത് ടേം എത്ര? 49. ഇതിൽ നിന്ന് 3D കാണാമല്ലോ. അതിനു വേണ്ടി എന്ത് ചെയ്യണം? ഈ 1ന് ഇവിടെ ആഡ് ചെയ്തേക്കില്ല. അപ്പോൾ ഈ +1നെ =ൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ -1 ആകും. സോ 3D = 49 - 1. ദാറ്റ് ഈസ് 3D = 49 - 1 48 ആണ് അല്ലേ. അപ്പോൾ D എന്തായിരിക്കും? 3D 48 ആണ്. അപ്പോൾ D കാണാൻ വേണ്ടിയിട്ട് 3 അവിടെ ഇൻറ്റു ചെയ്തേക്കുമല്ലേ. അപ്പോൾ ഇൻറ്റു 3 =ൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ /3 ആകും അല്ലേ. സോ D = 48/3. 48/3 എത്രയാണ്? 16 ആണ് അല്ലേ. സോ D എത്ര കിട്ടി? 16 ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. കോമൺ ഡിഫറൻസ് നമുക്ക് 16 കിട്ടി. അപ്പോൾ ഫസ്റ്റ് ടേം കഴിഞ്ഞിട്ടുള്ള ടേം കിട്ടണമെങ്കിൽ എന്താണ്? അതിൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുക അല്ലേ. കോമൺ ഡിഫറൻസ് 16 അല്ലേ. അപ്പോൾ +16. 1 + 16 എത്രയാണ്? 70. ഇനി 70 കഴിഞ്ഞിട്ടുള്ള ടേം കിട്ടണമെങ്കിൽ അതിൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുക. കോമൺ ഡിഫറൻസ് എന്താ? 16 അല്ലേ. അപ്പോൾ +16. 17 + 16 എത്രയാണ്? 33 ആണ് അല്ലേ. അപ്പോൾ തേർഡ് ടേം 33 അല്ലേ. അപ്പോൾ ഇങ്ങനെ ഒരു സീക്വൻസ് കിട്ടില്ലേ. ഇതാണ് ഫസ്റ്റ് സീക്വൻസ്. ഏതാണ്? 1, 17, 33, 49 എക്സെട്ര. ഇനി ഞാൻ മറ്റൊരു സീക്വൻസ് എഴുതാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടേം എത്രയാണ് എടുക്കുന്നത്? 4 ആണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം കേട്ടോ. ഞാൻ 4 ആണ് എടുക്കുന്നത്. അപ്പോൾ സെക്കൻഡ് ടേം കണ്ടുപിടിക്കണം, തേർഡ് ടേം കണ്ടുപിടിക്കണം, ഫോർത്ത് ടേം കണ്ടുപിടിക്കണം, എക്സെട്ര. ഇതാണ് സീക്വൻസ് അല്ലേ. അപ്പോൾ നമുക്കറിയാം ഫസ്റ്റ് ടേം പ്ലസ് ഫോർത്ത് ടേം എത്രയാവണം? 50 ആവണം അല്ലേ. അപ്പോൾ ഫസ്റ്റ് ടേം 4 ആണെങ്കിൽ ഫോർത്ത് ടേം എന്തായിരിക്കും? 4 + ഫോർത്ത് ടേം എന്തായിരിക്കണം? 50 ആയിരിക്കണം അല്ലേ. ഫസ്റ്റ് ടേം ആണ് 4, അതിൻ്റെ കൂടെ ഫോർത്ത് ടേം ആഡ് ചെയ്താൽ നമുക്ക് 50 വേണം. അപ്പോൾ ഫോർത്ത് ടേം എന്തായിരിക്കും? 4ൻ്റെ കൂടെ എത്ര ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് 50 കിട്ടുക? 46 ആണ് അല്ലേ. അപ്പോൾ ഫോർത്ത് ടേം എന്ന് പറയുന്നത് എന്തായിരിക്കും? 46. ഓക്കെ. ഈ സെക്കൻഡ് ടേമും തേർഡ് ടേമും കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ആദ്യം കണ്ടുപിടിക്കണം? കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ നമുക്കറിയാം ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 4 ആണ്. പിന്നെ ഫോർത്ത് ടേം നമുക്ക് കിട്ടി. അത് എത്രയാണ്? 46 ആണ് അല്ലേ.
അപ്പോൾ ഫസ്റ്റ് ടേമിൻ്റെ കൂടെ എത്ര ഡി കൂട്ടുമ്പോഴാണ് ഫോർത്ത് ടേം കിട്ടുക? അതിന് വേണ്ടിയിട്ട് ഈ ഫോർത്തിൽ നിന്നും ഫസ്റ്റ് കുറയ്ക്കുക. 4 - 1 3 അല്ലേ? അപ്പോൾ 3D കൂട്ടുമ്പോഴാണ് ഫസ്റ്റ് ടേമിൻ്റെ കൂടെ 3D കൂട്ടുമ്പോൾ നമുക്ക് ഫോർത്ത് ടേം കിട്ടുന്നു. ഫസ്റ്റ് ടേം 4 അല്ലേ? പ്ലസ് 3D ഈസ് ഈക്വൽ ടു ഫോർത്ത് ടേം 46. ഇതിൽ നിന്നും 3D കാണാം. അതിന് വേണ്ടിയിട്ട് ഈ 4നെ ഇവിടെ ആഡ് ചെയ്തേക്കുമല്ലേ? അപ്പോൾ ഈ പ്ലസ് 4നെ ഇക്വൽറ്റിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ -4 ആകും. സോ 3D ഈസ് ഈക്വൽ ടു 46 - 4. ദാറ്റ് ഈസ് 3D ഈസ് ഈക്വൽ ടു 46 - 4 എത്രയാണ്? 42 ആണ് അല്ലേ? അപ്പോൾ ഇതിൽ നിന്നും D കാണാം. അതിന് വേണ്ടി 3 ഇവിടെ ഇൻറ്റു ചെയ്തേക്കുമല്ലേ? അപ്പോൾ ഇൻറ്റു 3യെ ഇക്വൽറ്റിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ /3 ആകും. സോ D ഈസ് ഈക്വൽ ടു 42/3. ദാറ്റ് ഈസ് 42/3 എത്രയാണ്? 14 ആണല്ലേ? അപ്പോൾ D 14, കോമൺ ഡിഫറൻസ് 14 കിട്ടി. അപ്പോൾ ഇനി ബാക്കി ടേംസ് കണ്ടുപിടിച്ചൂടെ? അപ്പോൾ 4 കഴിഞ്ഞിട്ടുള്ള ടേം കിട്ടണമെങ്കിൽ 4ൻ്റെ കൂടെ D ആഡ് ചെയ്യുക. അതായത് കോമൺ ഡിഫറൻസ് 14 ആഡ് ചെയ്തു. അപ്പോൾ 4 + 14 എത്രയാണ്? 18 ആണ് സെക്കൻഡ് ടേം. ഇനി തേർഡ് ടേം കിട്ടണമെങ്കിൽ 18ൻ്റെ കൂടെ 14 ആഡ് ചെയ്യുക. അതായത് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുക അല്ലേ? 18 + 14 എത്രയാണ്? 32 ആണ് അല്ലേ? അപ്പോൾ നെക്സ്റ്റ് ടേം 32. ഓക്കെ, സെക്കൻഡ് സീക്വൻസ് എന്താണ്? 4, 18, 32, 46 എക്സെട്ര. ഇനി അടുത്തൊരു സീക്വൻസ് എഴുതാം. അപ്പോൾ ഫസ്റ്റ് ടേം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടേം എടുക്കാം. ഞാൻ ഇവിടെ 7 ആണ് എടുക്കുന്നത്. ഫസ്റ്റ് ടേം കഴിഞ്ഞാൽ നമ്മൾ സെക്കൻഡ് ടേം കണ്ടുപിടിക്കണം, പിന്നെ തേർഡ് ടേം കണ്ടുപിടിക്കണം, പിന്നെ ഫോർത്ത് ടേം കണ്ടുപിടിക്കണം എക്സെട്ര അല്ലേ? അപ്പോൾ നമ്മുടെ കണ്ടീഷൻ ഉണ്ട് എന്താണ്? ഫസ്റ്റ് ടേം പ്ലസ് ഫോർത്ത് ടേം 50 വേണം അല്ലേ? അപ്പോൾ ഫസ്റ്റ് ടേം 7 അല്ലേ? അപ്പോൾ 7 + ഫോർത്ത് ടേം എന്താണ്? 50 ആണ് വേണ്ടത്. അപ്പോൾ 7ൻ്റെ കൂടെ എത്ര ആഡ് ചെയ്യുമ്പോഴാണ് 50 കിട്ടുക? അത് കണ്ടുപിടിക്കണമെങ്കിൽ 50 - 7 ചെയ്താൽ മതി. 50 - 7 എത്രയാണ്? 43 ആണല്ലേ? അപ്പോൾ ഫോർത്ത് ടേം 43. ഓക്കെ, അതായത് നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ ഈ +7നെ ഇക്വൽറ്റിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ -7 ആകും അല്ലേ? അപ്പോൾ ഫോർത്ത് ടേം 50 - 7 അത് എത്രയാണ്? 43. ഇനി സെക്കൻഡ് ടേമും തേർഡ് ടേമും കാണണം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? നമുക്കറിയാം ഫസ്റ്റ് ടേം എത്രയാണ്? 7 ആണ്. ഫോർത്ത് ടേം എത്രയാണ്? 43 അല്ലേ? അപ്പോൾ ഫസ്റ്റ് ടേമിൻ്റെ കൂടെ എത്ര കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോഴാണ് ഫോർത്ത് ടേം കിട്ടുക? കാണാൻ വേണ്ടിയിട്ട് ഈ ഫോർത്തിൽ നിന്ന് ഫസ്റ്റ് മൈനസ് ചെയ്യുക. 4 - 1 3 ആണല്ലേ? അപ്പോൾ 3D ഫസ്റ്റ് ടേമിൻ്റെ കൂടെ 3D ആഡ് ചെയ്യുമ്പോൾ ഫോർത്ത് ടേം കിട്ടുന്നു. ഫസ്റ്റ് ടേം 7 അല്ലേ? അപ്പോൾ 7 + 3D ഈസ് ഈക്വൽ ടു ഫോർത്ത് ടേം 43. ഓക്കെ, ഇതിൽ നിന്നും D കാണാം. അതിന് വേണ്ടി എന്ത് ചെയ്യണം? ഈ 7നെ ഇവിടെ ആഡ് ചെയ്തേക്കുമല്ലേ? അപ്പോൾ ഈ +7നെ ഇക്വൽറ്റിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ -7 ആകും. സോ 3D ഈസ് ഈക്വൽ ടു 43 - 7. ദാറ്റ് ഈസ് 3D ഈസ് ഈക്വൽ ടു 43 - 7 എത്രയാണ്? 36 ആണല്ലേ? അപ്പോൾ D എന്തായിരിക്കും? 3D 36 ആണെങ്കിൽ D എന്തായിരിക്കും? ഇവിടെ 3യെ ഇൻറ്റു ചെയ്തേക്കുമല്ലേ? അപ്പോൾ ഇൻറ്റു 3യെ ഇക്വൽറ്റിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ /3 ആകും. സോ D ഈസ് ഈക്വൽ ടു 36/3. 36/3 എത്രയാണ്? 12 ആണല്ലേ? അപ്പോൾ D എന്ന് പറയുന്നത് 12 ആണ്. കോമൺ ഡിഫറൻസ് 12 ആണ്. അപ്പോൾ ബാക്കി ടേംസ് കണ്ടുകൂടെ? അപ്പോൾ 7ന് ശേഷമുള്ള ടേം കിട്ടണമെങ്കിൽ 7ൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് ആയ 12 ആഡ് ചെയ്യാം. 7 + 12 എത്രയാണ്? 19 ആണല്ലേ? ഇനി 19ന് ശേഷമുള്ള ടേം കിട്ടണമെങ്കിൽ 19ൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് ആയി 12 ആഡ് ചെയ്യാം. അത് എത്ര? 19 + 12 എത്രയാണ്? 31 ആണല്ലേ? ഓക്കെ, അപ്പോൾ സീക്വൻസ് എന്താണ്? 7, 19, 31, 43 എക്സെട്ര. ഇനി നെക്സ്റ്റ് സീക്വൻസ് എഴുതാൻ പോവാണ്. ഫസ്റ്റ് ടേം ഞാൻ 10 ആണ് എടുക്കുന്നത്. അപ്പോൾ സെക്കൻഡ് ടേം കണ്ടുപിടിക്കണം, തേർഡ് ടേം കണ്ടുപിടിക്കണം, ഫോർത്ത് ടേം കണ്ടുപിടിക്കണം അല്ലേ? നമ്മൾ നേരത്തെ കണ്ടു കണ്ടീഷൻ എന്താണ്? ഫസ്റ്റ് ടേം + ഫോർത്ത് ടേം 50 ആവണം അല്ലേ? അപ്പോൾ ഫസ്റ്റ് ടേം 10 അല്ലേ? അപ്പോൾ 10 + ഫോർത്ത് ടേം എന്താവണം? 50 ആവണം അല്ലേ? അപ്പോൾ 10ൻ്റെ കൂടെ എത്ര ആഡ് ചെയ്യുമ്പോഴാണ് 50 കിട്ടുക? 40 ആണ് അല്ലേ? അപ്പോൾ ഫോർത്ത് ടേം 40 ആണ്. നമുക്ക് ഫോർത്ത് ടേമിൻ്റെ സ്ഥാനത്ത് 40 എഴുതാം. ഇനി സെക്കൻഡ് ടേമും തേർഡ് ടേമും കാണാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കറിയാം ഫസ്റ്റ് ടേം എത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്? 10 ആണ്. പിന്നെ ഫോർത്ത് ടേം 40യും അല്ലേ? അപ്പോൾ ഫസ്റ്റ് ടേമിൻ്റെ എത്ര കൂട്ടുമ്പോഴാണ് ഫോർത്ത് ടേം കിട്ടുക? അതിന് വേണ്ടിയിട്ട് ഈ 4ൽ നിന്നും 1 മൈനസ് ചെയ്യുക. 4 - 1 3 അല്ലേ? അപ്പോൾ 3D ഫസ്റ്റ് ടേമിൻ്റെ കൂടെ 3D കൂട്ടുമ്പോഴേ നമുക്ക് ഫോർത്ത് ടേം കിട്ടും.
ഫസ്റ്റ് ടേം 10 അല്ലേ, അപ്പോൾ 10 + 3d = ഫോർത്ത് ടേം 40 അല്ലേ. അപ്പോൾ ഇതിൽ നിന്നും d കാണാം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഇത് 10നെ ആഡ് ചെയ്തേക്കുമല്ലേ, അപ്പോൾ ഈ +10നെ കെൽറ്റുവിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ -10 ആകും. സോ 3d = 40 - 10. ദാറ്റ് ഈസ് 3d = 40 - 10 30 അല്ലേ. അപ്പോൾ ഇതിൽ നിന്ന് d കാണാം. ഇവിടെ 3 ഇൻറ്റു ചെയ്തേക്കുമല്ലോ, അപ്പോൾ ഇൻറ്റു 3 കെൽറ്റുവിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ /3 ആകും. സോ d = 30/3. ദാറ്റ് ഈസ് 30/3 എത്രയാണ്? 10 ആണല്ലേ. അപ്പോൾ d നമുക്ക് 10 കിട്ടി. അപ്പോൾ നമുക്ക് ബാക്കി ടേംസ് കണ്ടുപിടിച്ചുകൂടെ. അതിന് വേണ്ടിയിട്ട് 10ന് ശേഷമുള്ള ടേം കിട്ടണമെങ്കിൽ 10ൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് ആയ 10 ആഡ് ചെയ്യുക. 10 + 10 അത് എത്രയാണ്? 20 ആണ്. ഇനി 20ക്ക് ശേഷമുള്ള ടേം കിട്ടണമെങ്കിൽ 20യുടെ കൂടെ കോമൺ ഡിഫറൻസ് ആയ 10 ആഡ് ചെയ്യുക. 20 + 10 എത്രയാണ്? 30 ആണല്ലേ. അപ്പോൾ ഇത് സീക്വൻസ് എന്താണ്? 10, 20, 30, 40 etc. The first term of an arithmetic sequence is 5 and the sum of first 6 term is 105. Calculate the first 6th term of the sequence. അതായത് ഒരു സീക്വൻസിലെ ഫസ്റ്റ് ടേം 5 ആണ്. അടുത്ത ഫസ്റ്റ് 6 ടേംസിൻ്റെ സമ്മ് 105 ആണ്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് 6 ടേംസ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 6 ടേംസിൻ്റെ കാര്യമാണ് പറഞ്ഞല്ലേ. അപ്പോൾ ഫസ്റ്റ് ടേം, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, സിക്സ്ത് അല്ലേ. അപ്പോൾ ഇത്രയും ടേംസിൻ്റെ സമ്മ് എത്രയാണ്? 105 ആണ്. ഫസ്റ്റ് ടേം എത്രയാണ്? 5 ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഫസ്റ്റ് ടേം പ്ലസ് 6th ടേമും സെക്കൻഡ് ടേം പ്ലസ് 5th ടേമും തേർഡ് ടേം പ്ലസ് 4th ടേം ഒക്കെ എന്താണ്? ഈക്വൽ ആണ് അല്ലേ. ഫസ്റ്റ് ടേം പ്ലസ് 6th ടേം, അതേപോലെ സെക്കൻഡ് ടേം പ്ലസ് 5th ടേം, പിന്നെ തേർഡ് ടേം പ്ലസ് 4th ടേം. ഇവയൊക്കെ എന്താണ്? ഇവയുടെയൊക്കെ സമ്മ് എന്താണ്? ഈക്വൽ ആണ്. അത് എത്രയായിരിക്കും? ഈ ഫസ്റ്റ് ടേം പ്ലസ് സെക്കൻഡ് ടേം പ്ലസ് തേർഡ് ടേം പ്ലസ് 4th ടേം പ്ലസ് 5th ടേം പ്ലസ് 6th ടേം എന്ന് പറയുന്നത് എന്താണ്? 105 ആണ്. അപ്പോൾ ഇതെന്തായിരിക്കും? 105 എത്ര സെറ്റ് ഉണ്ട് ഇവിടെ? 1, 2, 3 അല്ലേ. അപ്പോൾ 3/3 എന്ന് വരും അല്ലേ. 105/3 എത്രയാണ്? 35 ആണ് അല്ലേ. അപ്പോൾ ഓരോ സെറ്റിൻ്റെയും സം എന്ന് പറയുന്നത് 35 ആയിരിക്കും അല്ലേ. അപ്പോൾ ഫസ്റ്റ് ടേം പ്ലസ് 6th ടേം 35 ആണ്. കാരണം എന്താ? 105/3 35 ആണ്. സെക്കൻഡ് ടേം പ്ലസ് 5th ടേം 35 ആണ്. സെക്കൻഡ് ടേം പ്ലസ് 4th ടേം എന്താണ്? 35 ആണ്. ഓക്കെ, ഇനി നമുക്ക് തന്നിട്ടുണ്ട് ഫസ്റ്റ് ടേം 5 ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഇത് ഈ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കാം. ഫസ്റ്റ് ടേം പ്ലസ് 6th ടേം 35 ആണെന്ന് അറിയാലോ. അപ്പോൾ ഫസ്റ്റ് ടേമിന് പകരം 5 കൊടുക്കാം. അപ്പോൾ 5 + 6th ടേം ഈസ് ഈക്വൽ ടു എന്താണ്? 35. കാരണം എന്താ? ഫസ്റ്റ് ടേം പ്ലസ് 6th ടേം 35 ആണ്. ഫസ്റ്റ് ടേമിന് പകരം നമ്മൾ 5 കൊടുത്തു. അപ്പോൾ ഇതിൽ നിന്ന് 6th ടേം കണ്ടുകൂടെ. അതിന് വേണ്ടി എന്ത് ചെയ്യണം? ഈ 5നെ ഇവിടെ ആഡ് ചെയ്തേക്കുമല്ലേ. അപ്പോൾ ഈ +5നെ ഇക്വൽറ്റിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ -5 ആകും. സോ 6th ടേം = 35 - 5. എത്രയാണ്? 35 - 5 30 ആണല്ലേ. അപ്പോൾ നമുക്ക് 6th ടേം 30 എന്ന് കിട്ടി. ഫസ്റ്റ് ടേം 5 എന്നും അറിയാം. അപ്പോൾ ഇനി നമുക്ക് കോമൺ ഡിഫറൻസ് എഴുതിക്കൂടെ. കോമൺ ഡിഫറൻസ് എങ്ങനെ കാണാം? നമുക്കറിയാം ഫസ്റ്റ് ടേം എത്രയാണ്? 5. പിന്നെ 6th ടേം എത്രയാണ്? 30. ഇത് രണ്ടും നമുക്കറിയാം. അപ്പോൾ ഫസ്റ്റ് ടേമിൻ്റെ കൂടെ എത്ര കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോഴാണ് 6th ടേം കിട്ടുക? അതിന് വേണ്ടിയിട്ട് നമുക്ക് 6ൽ നിന്നും 1 മൈനസ് ചെയ്യാം. 6 - 1 5 അല്ലേ. അപ്പോൾ 5d
അപ്പോൾ ഫസ്റ്റ് ടേമിൻ്റെ കൂടെ 5d ആഡ് ചെയ്യുമ്പോൾ 6th ടേം കിട്ടുന്നു. ഫസ്റ്റ് ടേം 5 അല്ലേ, അപ്പോൾ 5 + 5d = 6th ടേം എത്രയാണ്? 30. ഓക്കെ, ഇതിൽ നിന്നും d കാണാം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഈ 5ന് ഇവിടെ ആഡ് ചെയ്തേക്കില്ലേ, അപ്പോൾ ഈ +5നെ =ൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ -5 ആകും. സോ 5d = 30 - 5. ദാറ്റ് ഈസ് 5d = 30 - 5 25 ആണല്ലേ. അപ്പോൾ d എന്തായിരിക്കും? d കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 5ന് ഇവിടെ ഇൻറ്റു ചെയ്തേക്കില്ലേ, അപ്പോൾ ഇൻറ്റു 5നെ =ൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ /5 ആകും. സോ d = 25/5. അതെത്രയാണ്? 5 ആണ് അല്ലേ. അപ്പോൾ കോമൺ ഡിഫറൻസ് നമുക്ക് 5 കിട്ടി അല്ലേ. അപ്പോൾ ഇനി നമുക്ക് സീക്വൻസ് എഴുതിക്കൂടെ? 6 ടേംസ്, ഫസ്റ്റ് 6 ടേംസ് എഴുതിക്കൂടെ? അപ്പോൾ ഫസ്റ്റ് ടേം 5 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ അടുത്ത ടേം കിട്ടണമെങ്കിൽ അതിൻ്റെ കൂടെ d ആഡ് ചെയ്യുക, കോമൺ ഡിഫറൻസ്. അപ്പോൾ 5 പ്ലസ് എത്രയാണ് കോമൺ ഡിഫറൻസ്? 5. അപ്പോൾ അടുത്തത് എത്രയായിരിക്കും? 10 ആയിരിക്കും അല്ലേ. അടുത്ത ടേം കിട്ടണമെങ്കിൽ അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ആഡ് ചെയ്യുക? കോമൺ ഡിഫറൻസ് ആയ 5 ആഡ് ചെയ്യുക. 10 + 5 എത്രയാണ്? 15. ഇനി അടുത്ത ടേം കിട്ടണമെങ്കിൽ അതിൻ്റെ കൂടെ 5 ആഡ് ചെയ്യുക, +5. 15 + 5 എത്രയാണ്? 20. ഓക്കെ, അടുത്ത ടേം കിട്ടണമെങ്കിൽ 20യുടെ കൂടെ 5 ആഡ് ചെയ്യാം. 20 + 5 എത്രയാണ്? 25. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ടേം എത്രയാണ്? നമ്മുടെ 6th ടേം ആണ്. അത് നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്, അത് 30 ആണ് അല്ലേ. അപ്പോൾ ഫസ്റ്റ് 6 ടേംസ് കിട്ടിയില്ലേ, അതൊക്കെ 5, 10, 15, 20, 25, 30 etc. ഇതിൻ്റെ മലയാളത്തിൽ ഞാൻ ഇനി എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ഓൾറെഡി ഇംഗ്ലീഷിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുമല്ലേ, ഇങ്ങനെ വരും. 1-ാം പദം + 6-ാം പദം 35 ആണ്. അതേപോലെ 2-ാം പദം + 5-ാം പദം 35 ആണ്. 3-ാം പദം + 4-ാം പദം എന്ന് പറയുന്നത് 35 ആണ് അല്ലേ. അപ്പോൾ 5-ാം പദം 5 + 6-ാം പദം എത്ര? 35 വരും. 6-ാം പദം എന്താ? 35 - 5 30 വരും അല്ലേ. ഇനി പൊതുവ്യത്യാസം കാണാൻ വേണ്ടിയിട്ട് നമുക്കറിയാം 1-ാം പദം 5ഉം 6-ാം പദം 30ഉം ആണ്. 5 + 5d എത്ര? 30 വരും. 5d എത്രയാണ്? 30 - 5 25. d എത്ര വരും? 5 അല്ലേ. പൊതുവ്യത്യാസം 5 ആണ്. അപ്പം ശ്രേണി എന്ത് വരും? 5, 10, 15, 20, 25, 30. The sum of the 7th and 8th term of an arithmetic sequence is 50. Calculate the sum of ഫസ്റ്റ് 14 ടേംസ്. അതായത് ഒരു സീക്വൻസിലെ 7th ടേമിൻ്റെയും 8th ടേമിൻ്റെയും സമ്മ് 50 ആണ്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് 14 ടേംസിൻ്റെ സമ്മ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് 14 ടേംസ് എന്ന് പറഞ്ഞാൽ ഇത് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, സിക്സ്ത്ത്, 7th, 8th, 9th, 10th, 11th, 12th, 13th, 14th ഇത്ര ടേംസ് എടുക്കുകയാണെങ്കിൽ 7 and 8th ടേമിൻ്റെ സമ്മ് തന്നിട്ടുണ്ട് 50 ആണ് അല്ലേ. അതേ സമ്മ് തന്നെ ആയിരിക്കില്ലേ 6th + 9th ടേമിൻ്റെയും? അതേ സമ്മ് തന്നെ ആയിരിക്കും 5th ടേം + 10th ടേം അല്ലേ. അതേ സമ്മ് തന്നെ ആയിരിക്കും 4th ടേം + 11th ടേം. അതേ സമ്മ് തന്നെ ആയിരിക്കും തേർഡ് ടേം + 12th ടേം. അതേ സമ്മ് തന്നെ ആയിരിക്കും സെക്കൻഡ് + 13th ടേം. അതേ സമ്മ് തന്നെ ആയിരിക്കും ഫസ്റ്റ് + 14th ടേം അല്ലേ. എല്ലാ സമ്മിനും ഫസ്റ്റ് + 14ഉം സെക്കൻഡ് + 13th ഒക്കെ എന്തായിരിക്കും? എല്ലാം എന്തായിരിക്കും? ഈ 50 തന്നെ ആയിരിക്കും അല്ലേ. 7th + 8th അതേ സമ്മ് തന്നെ ആയിരിക്കും എല്ലാത്തിൻ്റെയും അല്ലേ. ഇപ്പോൾ സം ഓഫ് ഫസ്റ്റ് 14 ടേം എന്ന് പറഞ്ഞാൽ എന്താണ്? ആദ്യം ഫസ്റ്റ് ടേം + 14th ടേം പ്ലസ് പിന്നെയോ സെക്കൻഡ് ടേം + 13th ടേം, പിന്നെയോ ഈ സം ഇതൊക്കെ ഒരു സെറ്റാണ്. പിന്നെ അടുത്ത സെറ്റ് തേർഡ് ടേം + 12th ടേം. അടുത്ത സെറ്റോ പ്ലസ് ഫോർത്ത് ടേം + 11th ടേം. അടുത്ത സെറ്റോ 5th ടേം + 10th ടേം. അടുത്ത സെറ്റോ 6th ടേം + 9th ടേം അല്ലേ. അടുത്ത സെറ്റ് 7th ടേം + 8th ടേം. അപ്പോൾ ഓരോ സെറ്റിൻ്റെയും
എന്താണ് സമ്മ് സെയിം തന്നെയാണ്. ഒരു സെറ്റിൻ്റെ സമ്മ് തന്നിട്ടുണ്ട്, അതായത് 7th പ്ലസ് 8th ടേമിൻ്റെ സമ്മ് 50 ആണ്. അപ്പോൾ എല്ലാത്തിൻ്റെയും എന്താണ് 50 തന്നെ ആയിരിക്കും അല്ലേ. അപ്പോൾ ഫസ്റ്റ് ടേം പ്ലസ് 14th ടേം 50 ആണ്, പ്ലസ് സെക്കൻഡ് ടേം പ്ലസ് 13th ടേം 50 ആണ്, പ്ലസ് തേർഡ് ടേം പ്ലസ് 12th ടേം 50 ആണ്, പ്ലസ് ഫോർത്ത് ടേം പ്ലസ് 11th ടേം 50 ആണ്, പ്ലസ് ഫിഫ്ത്ത് ടേം പ്ലസ് 10th ടേം 50 ആണ്, പ്ലസ് സിക്സ്ത് ടേം പ്ലസ് 9th ടേം 50 ആണ്, പ്ലസ് 7th ടേം പ്ലസ് 8th ടേം 50 അല്ലേ. ദാറ്റ് ഈസ് ടോട്ടൽ എത്ര 50 ഉണ്ട്? 1 2 3 4 5 6 7. അതായത് 50 × 7 അതെത്രയാണ്? 350 ആണ് അല്ലേ. മലയാളത്തിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ ആൻസർ ചെയ്യാം. അപ്പോൾ ഞാൻ ഇനി എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ഇംഗ്ലീഷ് പാർട്ടിൽ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് ഇനി എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ആദ്യത്തെ 14 പദങ്ങളുടെ തുക എന്ന് പറയുന്നത് എന്താണ്? ഓരോ സെറ്റിൻ്റെയും തുകയാണല്ലേ. ഏതൊക്കെ സെറ്റാണ്? ഒന്നാം പദത്തിൻ്റെയും 14ാം പദത്തിൻ്റെയും തുക ഒരു സെറ്റ്, രണ്ടാം പദത്തിൻ്റെയും 13ാം പദത്തിൻ്റെയും ഒരു സെറ്റ് അല്ലേ. അപ്പോൾ എല്ലാത്തിൻ്റെയും തുക എന്ന് പറയുന്നത് എന്താ? എല്ലാ സെറ്റിൻ്റെയും തുക 50 തന്നെയാണ്. അപ്പോൾ 50 50 50 50 അങ്ങനെ 7 പ്രാവശ്യം അല്ലേ. 50 × 7 എത്രയാണ്? 350 ആണ് ആൻസർ. റൈറ്റ് ദ ഫസ്റ്റ് 3 ടേംസ് ഓഫ് ഈച്ച് ഓഫ് ദ അരിത്തമെറ്റിക് സീക്വൻസസ് ഗിവൺ ബിലോ. അതായത് താഴെ തന്നിട്ടുള്ള അരിത്തമെറ്റിക് സീക്വൻസിൽ ഓരോ ടേംസും എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യത്തെ 3 ടേംസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് ടേം 30യും ഫസ്റ്റ് 3 ടേംസിൻ്റെ സമ്മ് 300 ആണ് അല്ലേ. അതായത് ഫസ്റ്റ് ടേം പ്ലസ് സെക്കൻഡ് ടേം പ്ലസ് തേർഡ് ടേം എത്രയാണ്? 300 ആണ്. അപ്പോൾ നമുക്കറിയാം ഇത് 3 ടേംസ് ആണ്, അപ്പോൾ ഓഡ് നമ്പർ ഓഫ് ടേംസ് ആണ്. അപ്പോൾ ഓഡ് നമ്പർ ഓഫ് ടേംസ് ആണെന്ന് പറയും, ഇവിടെ മിഡിലുള്ളത് സെക്കൻഡ് ടേം അല്ലേ. അപ്പോൾ 3 × സെക്കൻഡ് ടേം ആണ് ഈ സമ്മ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ 3 × സെക്കൻഡ് ടേം = എന്താണ്? 300. സമ്മ് 300. ഇതിൽ നിന്ന് നമുക്ക് സെക്കൻഡ് ടേം കാണാം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഇവിടെ 3 എൻട്രി ചെയ്തേക്കുമല്ലേ. അപ്പോൾ × 3 =ൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ /3 ആകും. സോ സെക്കൻഡ് ടേം = 300/3. അതെത്രയാണ്? 100 ആണല്ലേ. അപ്പോൾ സെക്കൻഡ് ടേം 100 കിട്ടി. ഇനി ഫസ്റ്റ് ടേം നമുക്കറിയാം എത്രയാണ്? ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 30 ആണ്. സെക്കൻഡ് ടേം എത്രയാണ്? 100 ആണ് അല്ലേ. അപ്പോൾ ഫസ്റ്റ് ടേമിൻ്റെ കൂടെ എത്ര കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോഴാണ് സെക്കൻഡ് ടേം കിട്ടുക? അതിന് വേണ്ടിയിട്ട് ഈ സെക്കൻഡിൽ നിന്ന് ഫസ്റ്റ് കുറക്കുക. 2 - 1 അത് d അല്ലേ, 1 ആണല്ലേ. അപ്പോൾ 1d. അപ്പോൾ 1d ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് സെക്കൻഡ് ടേം കിട്ടുക അല്ലേ. അപ്പോൾ ഫസ്റ്റ് ടേം 30 അല്ലേ. 30 + 1d അല്ലെങ്കിൽ d = എന്താണ്? സെക്കൻഡ് ടേം അത് എത്രയാണ്? 100. ഇതിൽ നിന്ന് d കണ്ടുപിടിക്കുക. അതിന് വേണ്ടി എന്ത് ചെയ്യണം? ഈ 30 ഇവിടെ ആഡ് ചെയ്തേക്കുമല്ലേ. അപ്പോൾ +30 ൻ്റെ അപ്പുറത്തേക്ക് കൊണ്ട് -30 ആകും അല്ലേ. സോ d = 100 - 30. അതെത്രയാണ്? 70 ആണല്ലേ. അപ്പോൾ ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എത്രയാണ്? 70 ആണ്. അപ്പോൾ സീക്വൻസ് എഴുതിക്കൂടെ? സീക്വൻസ് എന്താണ്? ഫസ്റ്റ് ടേം 30, സെക്കൻഡ് ടേം 100. അപ്പോൾ തേർഡ് ടേം കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുക. കോമൺ ഡിഫറൻസ് 70 അല്ലേ. +70. 100 + 70 എത്രയാണ്? 170. ഓക്കെ. സോ ദ ഫസ്റ്റ് 3 ടേംസ് ആർ 30, 100, 170. ഓക്കെ. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ. ദ ഫസ്റ്റ് ടേം ഈസ് 30. സം ഓഫ് ഫസ്റ്റ് 4 ടേം 300 ആണ് അല്ലേ. അപ്പോൾ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ഇത്രയും ടേംസിൻ്റെ സമ്മ് എത്ര? 300 ആണ്. അപ്പോൾ നമുക്കറിയാം ഫസ്റ്റ് ടേം പ്ലസ് ഫോർത്ത് ടേമും സെക്കൻഡ് ടേം പ്ലസ് തേർഡ് ടേമും എന്താണ്? ഈക്വൽ ആണ് അല്ലേ. ഇതേപോലെ സെക്കൻഡ് ടേം 2 സെറ്റാണ്. ഈ 2 സെറ്റിൻ്റെയും സമ്മ് എന്താണ്? ഈക്വൽ ആയിരിക്കും. അത് എത്രയാണ്? അത് എത്രയാണെന്ന് വെച്ചാൽ എല്ലാത്തിൻ്റെയും ടോട്ടൽ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ഇത്രയും ടേംസിൻ്റെ ടോട്ടൽ 300 അല്ലേ. അപ്പോൾ = 300. പിന്നെ എത്ര സെറ്റ് ഉണ്ട്? 1 2 2 സെറ്റ് ഉണ്ട് അല്ലേ. അപ്പോൾ /2 300/2 ആണ്. 300/2 എത്രയാണ്? 150 ആണല്ലേ. അപ്പോൾ ഫസ്റ്റ് ടേം പ്ലസ് ഫോർത്ത് ടേമും 150 ആണ്. സെക്കൻഡ് ടേം പ്ലസ് തേർഡ് ടേമും എന്താണ്? 150 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട് ഫസ്റ്റ് ടേം 30 ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ഈ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുക. ഫസ്റ്റ് ടേം 30 ആണെങ്കിൽ 30 +
ഇക്വേഷനാണ്. ഫസ്റ്റ് ടേം പ്ലസ് ഫോർത്ത് ടേം 150 എന്ന ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് ടേമിന് പകരം നമ്മൾ 30 കൊടുക്കുകയാണെങ്കിൽ എങ്ങനെ വരും? 30 പ്ലസ് ഫോർത്ത് ടേം ഈസ് ഈക്വൽ ടു 150. അപ്പോൾ ഇതിൽ നിന്ന് ഫോർത്ത് ടേം കണ്ടുപിടി. അതിന് വേണ്ടി എന്ത് ചെയ്യണം? ഇവിടെ 30 ഇവിടെ ആഡ് ചെയ്തേക്കുമല്ലേ. അപ്പോൾ ഈ പ്ലസ് 30 ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ -30 ആകും. സോ ഫോർത്ത് ടേം ഈസ് ഈക്വൽ ടു 150 മൈനസ് 30. അതെത്രയാണ്? 150 മൈനസ് 30 120 ആണല്ലേ. അപ്പോൾ ഫോർത്ത് ടേം നമുക്ക് കിട്ടിയ എത്രയാണ്? 120. ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് സെക്കൻഡ് ടേമും തേർഡ് ടേമും കാണാമല്ലോ. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? കോമൺ ഡിഫറൻസ് കാണാം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കറിയാം ഫസ്റ്റ് ടേം എന്താണ്? 30 ആണെന്ന് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. പിന്നെ ഫോർത്ത് ടേം നമുക്ക് കിട്ടി. അതെത്രയാണ്? 120 ആണ്. ഇനി ഫസ്റ്റ് ടേമിൻ്റെ കൂടെ എത്ര കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോൾ ഫോർത്ത് ടേം കിട്ടും? അതിന് വേണ്ടിയിട്ട് ഈ 4ൽ നിന്ന് 1 കുറയ്ക്കുക. 4 - 1 3 അല്ലേ. അപ്പോൾ 3D. ഫസ്റ്റ് ടേമിൻ്റെ കൂടെ 3D കൂട്ടുമ്പോൾ ഫോർത്ത് ടേം കിട്ടുന്നു. ഫസ്റ്റ് ടേം 30 അല്ലേ. അപ്പോൾ 30 പ്ലസ് 3D ഈസ് ഈക്വൽ ടു ഫോർത്ത് ടേം 120. ഓക്കെ. അപ്പോൾ ഇതിൽ നിന്ന് D കാണാമല്ലോ. അതിന് വേണ്ടി എന്ത് ചെയ്യണം? ഇവിടെ 30 ഇവിടെ ആഡ് ചെയ്തേക്കുമല്ലേ. അപ്പോൾ ഈ പ്ലസ് 30യെ ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ -30 ആകും. സോ 3D ഈസ് ഈക്വൽ ടു 120 മൈനസ് 30. അതെത്രയാണ്? 120 മൈനസ് 30 90 ആണല്ലേ. അപ്പോൾ 3D ഈസ് ഈക്വൽ ടു 90 എന്ന് കിട്ടും. ഓക്കെ. അപ്പോൾ D കാണാമല്ലോ. അതിന് വേണ്ടി എന്ത് ചെയ്യണം? ഇവിടെ 3 ഇൻറ്റു ചെയ്തേക്കുമല്ലേ. അപ്പോൾ ഇൻറ്റു 3യെ ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ബൈ 3 ആകും. സോ D ഈസ് ഈക്വൽ ടു 90/3. 90/3 എത്രയാണ്? 30 ആണല്ലേ. അപ്പോൾ കോമൺ ഡിഫറൻസ് 30 കിട്ടി. അപ്പോൾ ഇനി നമുക്ക് സീക്വൻസ് എഴുതിക്കൂടെ? സീക്വൻസ് എന്തായിരിക്കും? അല്ലെങ്കിൽ ഫസ്റ്റ് 3 ടേംസ് കാണാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. ഓക്കെ. അപ്പോൾ അതിൽ ഫസ്റ്റ് ടേം 30 ആണെന്ന് തന്നിട്ടുണ്ട്. 30. സെക്കൻഡ് ടേം ആണെങ്കിൽ അതിൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് അതായത് 30 ആഡ് ചെയ്യുക. പ്ലസ് 30 അതെത്രയാണ്? 60 ആയിരിക്കും. അടുത്ത ടേം ആണെങ്കിൽ അതിൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുക. അതായത് 30 ആഡ് ചെയ്യുക. അതെത്രയാണ്? 90 ആയിരിക്കും. ഓക്കെ. ഫസ്റ്റ് 3 ടേംസ് ആയില്ലേ. പിന്നെ ഫോർത്ത് ടേം നമുക്ക് ഓൾറെഡി അറിയാം. അതെത്രയാണ്? 120 ആണ് എക്സെട്ര. ഓക്കെ. ഇനി തേർഡ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ടേം ഈസ് 30 ആൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 5 ടേംസ് 300 ആണ്. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് പ്ലസ് സെക്കൻഡ് പ്ലസ് തേർഡ് പ്ലസ് ഫോർത്ത് പ്ലസ് ഫിഫ്ത്ത് അല്ലേ. ഇത്രയും ഇതിൻ്റെ സമ്മ് 300 ആണ്. അപ്പോൾ ഇതിൽ നമുക്കറിയാം 5 ടേംസ് ആണ്. ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് 5 ടേംസ് ആണ്. ഓഡ് നമ്പർ ഓഫ് ടേംസ് ആണ് അല്ലേ. അപ്പം ഇവിടെ ഓഡ് നമ്പർ ഓഫ് ടേംസിൻ്റെ സമ്മ് എന്ന് പറയുന്നത് എന്താണ്? എത്ര ടേംസ് ഉണ്ട്? 5 ടേംസ് അല്ലേ. അപ്പോൾ 5 ഇൻറ്റു മിഡിൽ ടേം തേർഡ് അല്ലേ. അപ്പോൾ 5 ഇൻറ്റു തേർഡ് ടേം ആണ് സമ്മ്. അതെത്രയാണ്? 300. ഇതിൽ നിന്ന് തേർഡ് ടേം കണ്ടുകൂടെ. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഇവിടെ 5നെ ഇൻറ്റു ചെയ്തേക്കുമല്ലേ. അപ്പോൾ ഇൻറ്റു 5നെ കിട്ടിൻ്റെ പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ബൈ 5 ആകും. സോ തേർഡ് ടേം ഈസ് ഈക്വൽ ടു 300/5. 300/5 എത്രയാണ്? 60 ആണല്ലേ. അപ്പോൾ തേർഡ് ടേം നമുക്ക് 60 എന്ന് കിട്ടി. ഇനി നമുക്ക് ബാക്കി ടേംസ് കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്കറിയാം ഫസ്റ്റ് ടേം ഓൾറെഡി തന്നിട്ടുണ്ട്. അതെത്രയാണ്? 30 ആണെന്ന് തന്നിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ നമുക്ക് കിട്ടി തേർഡ് ടേം എത്രയാണ്? അത് 60 ആണ് അല്ലേ. അപ്പോൾ ഫസ്റ്റ് ടേമിൻ്റെ കൂടെ എത്ര കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോഴാണ് തേർഡ് ടേം കിട്ടുക? അതിന് വേണ്ടി 3യിൽ നിന്ന് 1 മൈനസ് ചെയ്യുക. 3 - 1 എത്രയാണ്? 2 അല്ലേ. അപ്പോൾ പ്ലസ് 2D. അപ്പോൾ ഫസ്റ്റ് ടേമിൻ്റെ കൂടെ 2D കൂട്ടുമ്പോൾ നമുക്ക് തേർഡ് ടേം കിട്ടും അല്ലേ. ഫസ്റ്റ് ടേം 30 അല്ലേ. അപ്പോൾ 30 പ്ലസ് 2D ഈസ് ഈക്വൽ ടു തേർഡ് ടേം എത്രയാണ്? 60. ഓക്കെ. ഇതിൽ നിന്ന് 2D കാണാം. അതിന് വേണ്ടി ഇവിടെ 30യെ ആഡ് ചെയ്തേക്കുമല്ലേ. അപ്പോൾ ഈ പ്ലസ് 30യെ ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ -30 ആകും. സോ 2D ഈസ് ഈക്വൽ ടു 60 - 30. ദാറ്റ് ഈസ് 2D ഈസ് ഈക്വൽ ടു 60 - 30 30 ആണ് അല്ലേ. അപ്പോൾ D എന്തായിരിക്കും? ഇവിടെ 2നെ ഇൻറ്റു ചെയ്തേക്കുമല്ലേ. അപ്പോൾ ഇൻറ്റു 2നെ ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ബൈ 2 ആകും. സോ D ഈസ് ഈക്വൽ ടു 30/2. ദാറ്റ് ഈസ് 30/2 15 ആണല്ലേ. അപ്പോൾ നമ്മൾ കോമൺ ഡിഫറൻസ് 15 കിട്ടി. അപ്പോൾ ഇനി സീക്വൻസ് എഴുതിക്കൂടെ? സീക്വൻസ് ഫസ്റ്റ് 3 ടേംസ് ഏതൊക്കെയാണ്? ഫസ്റ്റ് ടേം 30 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ സെക്കൻഡ് ടേം കിട്ടണമെങ്കിൽ
അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം? കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുക. കോമൺ ഡിഫറൻസ് 15 അല്ലേ, അപ്പോൾ +15. 30 + 15 എത്രയാണ്? 45 ആണ് സെക്കൻഡ് ടേം. ഇനി അടുത്ത ടേം കിട്ടണമെങ്കിൽ അടുത്ത ടേം ഓൾറെഡി തന്നിട്ടുണ്ട്, 60 ആണ് അല്ലേ. ഓക്കെ, അപ്പോൾ ഇതാണ് സീക്വൻസ്. ഫസ്റ്റ് 3 ടേംസ് ഈ സീക്വൻസിൻ്റെ. ഇനി 4th ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ ഫസ്റ്റ് ടേം 30 ആണ് തന്നിട്ടുണ്ട്. സം ഓഫ് ഫസ്റ്റ് 6 ടേംസ് എന്താണ്? 300 ആണ് അല്ലേ. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, 4th, 5th, 6th അല്ലേ. ഇത്രയും ടേംസിൻ്റെ സമ്മ് 300 ആണ്. അപ്പോൾ നമുക്കറിയാം ഈ ഫസ്റ്റ് ടേമിൻ്റെയും 6th ടേമിൻ്റെ സമ്മ് ഒരു സമ്മും, സെക്കൻഡ് ടേമിൻ്റെയും 5th ടേമിൻ്റെ സമ്മും, തേർഡ് ടേം 4th ടേമിൻ്റെ സമ്മൊക്കെ എന്താണ്? സെയിം ആണ് അല്ലേ. അടുത്ത സെറ്റ് സെക്കൻഡ് ടേം പ്ലസ് 5th ടേം. അടുത്ത സെറ്റ് തേർഡ് ടേം പ്ലസ് 4th ടേം അല്ലേ. ഇവയുടെയൊക്കെ സം എന്താണ്? സെയിം ആണ്. അപ്പോൾ ഇത്രയും ടോട്ടൽ സം എന്താണ്? ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് പ്ലസ് 4th പ്ലസ് 5th പ്ലസ് 6th അത്രയും സമ്മ് 300 ആണ് അല്ലേ. അപ്പോൾ ഇവിടെ എത്ര സെറ്റ് ഉണ്ട്? 1 2 3 അല്ലേ, 3 സെറ്റ് ഉണ്ട്. അപ്പോൾ ഓരോ സെറ്റിൻ്റെയും സം എന്ന് പറഞ്ഞാൽ 300/3, കാരണം 3 സെറ്റ് ഉണ്ട്, 3 പേഴ്സ് ഉണ്ട് അല്ലേ. 300/3 എത്രയാണ്? 100 ആണ് അല്ലേ. അപ്പോൾ ഓരോ സെറ്റിൻ്റെയും സം എന്ന് പറയുന്നത് എന്തായിരിക്കും? 100 ആയിരിക്കും. ഓക്കെ, ഫസ്റ്റ് ടേം 30 ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ ആദ്യത്തെ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുക. ഫസ്റ്റ് ടേം പ്ലസ് 6th ടേം 100 അല്ലേ, അതിൽ ഫസ്റ്റ് ടേമിന് പകരം 30 എന്ന് കൊടുക്കുക. അപ്പോൾ 30 + 6th ടേം ഈസ് ഈക്വൽ ടു എത്രയാണ്? 100. ഇതിൽ നിന്ന് 6th ടേം കണ്ടുകൂടെ, അതിന് വേണ്ടി എന്ത് ചെയ്യണം? ഇവിടെ 30 ഇവിടെ ആഡ് ചെയ്തേക്കും അല്ലേ. അപ്പോൾ ഈ +30 കിട്ടുന്ന അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ -30 ആവും. സോ 6th ടേം ഈസ് ഈക്വൽ ടു 100 - 30. 100 - 30 എത്രയാണ്? 70 ആണ് അല്ലേ. അപ്പോൾ 6th ടേം 70 കിട്ടി. അപ്പോൾ ഇനി നമുക്ക് ബാക്കി ടേംസ് കണ്ടുപിടിച്ചൂടെ. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? നമ്മൾ ആദ്യം കോമൺ ഡിഫറൻസ് കാണും അല്ലേ. അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് കാര്യങ്ങൾ അറിയാം? ഫസ്റ്റ് ടേം എത്രയാണെന്ന് അറിയാം? 30 ആണെന്ന് അറിയാം. പിന്നെ 6th ടേം എത്രയാണെന്ന് അറിയാം? 70 ആണെന്നും അറിയാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ടേമിൻ്റെ കൂടെ എത്ര കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോഴാണ് 6th ടേം കിട്ടുക? അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ 6ൽ നിന്നും 1 മൈനസ് ചെയ്യാം. 6 - 1 5 അല്ലേ. അപ്പോൾ 5D. ഫസ്റ്റ് ടേമിൻ്റെ കൂടെ 5D ആഡ് ചെയ്യുമ്പോൾ 6th ടേം കിട്ടുന്നു. ഫസ്റ്റ് ടേം എത്രയാണ്? 30 അല്ലേ. അപ്പോൾ 30 + 5D ഈസ് ഈക്വൽ ടു 6th ടേം 70. ഇതിൽ നിന്നും 5D കാണാം. അതിനു വേണ്ടി ഇവിടെ 30 ആഡ് ചെയ്തേക്കുമല്ലേ. അപ്പോൾ ഈ +30 കെൽറ്റുവിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ -30 ആകും. സോ 5D ഈസ് ഈക്വൽ ടു 70 - 30. അത് എത്രയാണ്? 5D ഈസ് ഈക്വൽ ടു 70 - 30 40 ആണല്ലേ. ഓക്കെ, അപ്പോൾ D എന്തായിരിക്കും? D കാണാൻ വേണ്ടിയിട്ട് ഈ ഇൻറ്റു 5നെ കെൽറ്റുവിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ /5 ആകും. സോ D ഈസ് ഈക്വൽ ടു 40/5. 40/5 എത്രയാണ്? 8 ആണല്ലേ. അപ്പോൾ കോമൺ ഡിഫറൻസ് നമുക്ക് എന്ത് കിട്ടി? 8 കിട്ടി. അപ്പോൾ ഇനി സീക്വൻസ് എഴുതിക്കൂടെ? സീക്വൻസ് എന്തായിരിക്കും? ഫസ്റ്റ് ടേം 30 ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ. 30. സെക്കൻഡ് ടേം കിട്ടണമെങ്കിൽ അതിൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് ആയ 8 ആഡ് ചെയ്യുക. 30 + 8 അത് എത്രയാണ്? 38. തേർഡ് ടേം കിട്ടണമെങ്കിൽ അതിൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് ആയ 8 ആഡ് ചെയ്യുക. അപ്പോൾ 38 + 8 എത്രയാണ്? 46 ആണല്ലേ. അപ്പോൾ തേർഡ് ടേം 46 എക്സെട്ര 3 ടേംസ് ആയില്ലേ. 30 38 46. അപ്പോൾ വീണ്ടും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല മലയാളത്തിൽ. ആദ്യ പദം 30ഉം ആദ്യത്തെ 3 പദങ്ങളുടെ തുക 300 ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്താൽ രണ്ടാം പദം 100 കിട്ടും. അതേപോലെ പൊതുവ്യത്യാസം 70 കിട്ടും. അപ്പോൾ ശ്രേണി എന്തായിരിക്കും? 30 100 170. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ ആദ്യ പദം 30ഉം ആദ്യത്തെ 4 പദങ്ങളുടെ തുക 300 ആണെങ്കിൽ എന്ത് വരും? ഒന്നാം പദത്തിൻ്റെയും നാലാം പദത്തിൻ്റെയും തുക 150 കിട്ടും. ഒന്നാം പദം 30 ആണെന്ന് തന്നിട്ടുണ്ടല്ലേ. അപ്പോൾ നാലാം പദം എത്രയായിരിക്കും? 120 ആയിരിക്കും. പൊതുവ്യത്യാസം 30 കിട്ടും. അപ്പോൾ ശ്രേണി എന്തായിരിക്കും? 30 60 90 120. ആദ്യ പദം മൂന്നാമത്തെ ചോദ്യത്തിൽ ആദ്യ പദം 30ഉം ആദ്യത്തെ 5 പദങ്ങളുടെ തുക 300 ആണെങ്കിൽ 5 × മൂന്നാം പദമാണ് എന്ത്?
തുക എന്ന് പറയുന്നത് അത് എത്രയാണ് 300 അല്ലേ. അപ്പോൾ മൂന്നാമത് 60, പൊതുവ്യത്യാസം 15, ശ്രേണി എന്താണ് 30, 45, 60. നാലാമത്തെ ചോദ്യത്തിൽ ആദ്യത്തെ 6 പദങ്ങളുടെ തുക 300, ആദ്യ പദം 30 ആണ് അല്ലേ. അപ്പോൾ ഒന്നാം പദം പ്ലസ് ആറാം പദം എന്ന് പറയുന്നത് 100 കിട്ടും. അപ്പോൾ ആറാം പദം 70 ആയിരിക്കും. പൊതുവ്യത്യാസം എത്ര കിട്ടും 8 കിട്ടും. ശ്രേണി എന്തായിരിക്കും 30, 38, 46 എക്സെട്ര.